തിങ്കളാഴ്ച വെളുപ്പിന് 5:30 കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇതുവരെ തോൽവി ഇറങ്ങിയിട്ടില്ലാത്ത അർജന്റീനയും കൊളംബിയയും തമ്മിൽ ഏറ്റുമുട്ടുവാണ്. ആ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക എന്നുള്ളതിന് അർജന്റീന എന്നായിരിക്കും സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന എല്ലാവരുടെയും മറുപടി. എന്നിരുന്നാൽ പോലും അർജന്റീന ആരാധകരുടെ ഉള്ളിൽ ഇപ്പോൾ ചെറിയൊരു ആശങ്കയും പേടിയും സംശയമൊക്കെ ഉണ്ട്. കാരണം വരാൻ പോകുന്ന അർജന്റീന കൊളംബിയ മത്സരം നിയന്ത്രിക്കാൻ പോകുന്ന റഫറി ഇത്തിരി പ്രശ്നക്കാരനാണ്. 2020 ബ്യൂണസ് ഐറിസിൽ വെച്ചിട്ട് അർജന്റീനയും പരാഗ്വേയും തമ്മിൽ നടന്ന മത്സരത്തിൽ അർജന്റീനയ്ക്കെതിരെ വിധി എഴുതി ലയണൽ മെസ്സിയുമായിട്ട് തർക്കിച്ച ബ്രസീലിയൻ റഫറി ആയിട്ടുള്ള റാഫേൽ ക്ലൗസയാണ് ആ ഒരു മത്സരം നിയന്ത്രിക്കുന്നത്. കാരണം നേരത്തെ തന്നെ അർജന്റീൻ താരങ്ങളും ഈ ഒരു റഫറിയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ലയണൽ മെസ്സിയുടെ ഗോള് വാർ പരിശോധിച്ച് നിഷേധിച്ച റഫറി കൂടിയാണ് ഈ റാഫേൽ എന്ന് പറയുന്ന പുള്ളി. അതുകൊണ്ട് ഐറിസിൽ വെച്ച് നടന്ന മത്സരത്തിൽ അർജന്റീനയുടെ വിജയം അർജന്റീനയിൽ നിന്നും കവർന്നെടുത്ത റഫറി എന്ന പേരിൽ അർജന്റീനയിൽ അത്യാവശ്യം ഹേറ്റേഴ്സ് ഈ ബ്രസീലിയൻ റഫറിക്കുണ്ട്. സ്വാഭാവികമായിട്ടും ബ്രസീലിയൻ റഫറിമാർ വരുമ്പം അഭിപ്രായങ്ങളും വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയരുന്നത് സ്വാഭാവികം തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും റാഫേൽ ക്ലോസെ എന്ന റഫറിയാണ് അർജന്റീന കൊളംബിയ ഫൈനൽ മത്സരം നിയന്ത്രിക്കുന്നത് എന്നത് അർജന്റീന ആരാധകർക്കിടയിൽ ചെറിയ ആശങ്ക കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ആ റഫറി തങ്ങൾക്കെതിരെ വിധി എഴുതുമോ എന്നാണ് എല്ലാവരുടെയും സംശയം. പക്ഷേ റഫറി ഒരു പ്രൊഫഷണൽ അല്ലേടെ, അങ്ങേരെ രാജ്യസ്നേഹം മൂത്ത് അർജന്റീൻ ബ്രസീലിയൻ വൈരം മുതലെടുത്തുകൊണ്ട് അർജന്റീനയെ പരാജയപ്പെടുത്തത്തൊന്നുമില്ല. അതിനകത്ത് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ റഫറിക്ക് ചില നിമിഷങ്ങളിൽ ഹ്യൂമൻ എറേഴ്സ് വരാം എന്നല്ലാതെ ഒരിക്കലും അർജന്റീന ആൾ മനഃപൂർവ്വം തോൽപ്പിക്കുകയൊന്നുമില്ല. തോൽപ്പിക്കുക എന്ന് പറഞ്ഞ് കുറച്ച് അർജന്റീന ആരാധകർ പേടിക്കുന്നുണ്ട്.